ഒറ്റുകൊടുക്കപ്പെട്ട, എല്ലാവരും അവനെ ഏകനാക്കി കടന്നു കളഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവ സമയത്ത് പലരും ഭയത്താൽ മാറി നിന്നപ്പോൾ ചില വിശ്വസ്ത സ്ത്രീകൾ കുരിശിന് സമീപം നിലകൊണ്ടിരുന്നു. അവരിൽ ഒരാളായിരുന്നു ക്ലെയോപ്പാസിൻ്റെ ഭാര്യ മറിയം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അയാളെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ ഒരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അവൻ്റെ വേദനകളുടെയും സങ്കടങ്ങളുടെയും സഹനങ്ങളുടെയും നിമിഷങ്ങളിൽ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അവൾ വലിയ വാക്കുകളൊന്നും പറഞ്ഞില്ല, വലിയ പ്രവൃത്തികളും ചെയ്തില്ല. പക്ഷേ സാന്നിധ്യം കൊണ്ട് അവൾ യേശുവിനോടുള്ള വിശ്വാസം ആഴമായി പ്രകടിപ്പിക്കുന്നുണ്ട്. കുരിശിന് സമീപം നിൽക്കുക എന്നത് തന്നെ അവളുടെ ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയ അടയാളമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ സഹായിക്കാൻ വാക്കുകളോ ശക്തിയോ ഇല്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അപ്പോൾ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല, വിശ്വാസത്തോടെ അവൻ്റെ കൂടെ നിലകൊള്ളുന്നൊരു ഹൃദയമാണ്. ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലും യേശുവിനോടൊപ്പം നിലകൊള്ളുന്ന വിശ്വാസമാണ് യഥാർത്ഥ സ്നേഹമെന്ന് ക്ലെയോപ്പാസിൻ്റെ ഭാര്യ നമ്മെ പഠിപ്പിക്കുന്നു.